ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും AZB അക്കാഡമിയിലേക്ക് സ്വാഗതം. ഞാൻ ആഷ്ന. അപ്പൊ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന അല്ലെങ്കിൽ ഫസ്റ്റ് ടൈം ആയിട്ട് PSC പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന എന്റെ കൂട്ടുകാരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും മികച്ച രീതിയിൽ നിങ്ങളുടെ പഠനമായിട്ട് മുന്നോട്ട് പോകാനുള്ള അടിപൊളി ട്രിക്കുകളും കുറച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങളുമാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. അതേപോലെ തന്നെ ഒരുപാട് നാളായിട്ട് PSC പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നുണ്ട്, പക്ഷേ റാങ്ക് ലിസ്റ്റിലേക്ക് മുന്നിലേക്ക് വരാൻ സാധിക്കുന്നില്ല എങ്കിൽ നിങ്ങൾ ഈ തെറ്റുകൾ ആവർത്തിക്കുന്നുണ്ടോ അല്ലെങ്കിൽ ഈ പറയുന്ന കാര്യം നിങ്ങളുടെ പഠനത്തിൽ ഇംപ്ലിമെന്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയ്ക്ക് ശേഷം എന്ത് ചെയ്യേണ്ടത്, നിങ്ങൾ ആലോചിക്കേണ്ടത്. അതേപോലെ തന്നെ പരീക്ഷയ്ക്ക് ഇതുവരെയായിട്ട് പഠിച്ചു തുടങ്ങാത്തവരുണ്ടെങ്കിൽ ഉടനടി ഒരു തീരുമാനം എടുക്കുക. നമ്മൾ ഇത് പഠിച്ചിരിക്കും, നമ്മൾ പരീക്ഷയ്ക്ക് പഠിക്കും, ഈ ജോലി നമുക്കുള്ളതാണെന്ന് ആദ്യമേ തന്നെ നിങ്ങളെ പറഞ്ഞ് പഠിപ്പിക്കുക. ഒരു ദിവസം എഴുന്നേൽക്കുമ്പോൾ തന്നെ ഈ ജോലി അത് എനിക്ക് വേണം, അത് നിങ്ങൾ സ്വയം നിങ്ങളോട് പറഞ്ഞ് നിങ്ങളുടെ മനസ്സിനെ, നിങ്ങളുടെ ബ്രെയിൻ നമ്മളോട് പറയുന്ന കാര്യം കേൾക്കാൻ നമുക്ക് ബുദ്ധിമുട്ടാ. നമ്മൾ നമ്മുടെ മനസ്സ് പറയുന്ന കാര്യം കേൾക്കുക. അപ്പൊ മനസ്സിലേക്ക് നിങ്ങൾ പറ, എനിക്ക് വേണം, ഇന്ന റാങ്ക് എനിക്കുള്ളതാണ്. അത് എഴുതി ഒട്ടിച്ചു വെക്കുക. നിങ്ങൾക്ക് ദിവസം നോക്കുമ്പോൾ അത് കാണാൻ പാകത്തിനാക്കുക. നിങ്ങളുടെ മൈൻഡിലെ എപ്പോഴും അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഡെഫിനറ്റ്ലി നിങ്ങളെ കൊണ്ട് പറ്റും. നമ്മളൊരു കാര്യത്തിന് ആത്മാർത്ഥമായിട്ട് ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ ഈ ലോകം മുഴുവനും നമുക്ക് എന്ത് ചെയ്യും, അതിന് വേണ്ടിയിട്ട് നിൽക്കും എന്നുള്ളതാണ് അതിന്റെ സത്യം. അപ്പൊ നോക്കാം, ലോകം മുഴുവനും നിൽക്കുന്ന വെച്ച് കഴിഞ്ഞാൽ പല കാര്യങ്ങൾ നമുക്ക് നമുക്ക് ചെയ്യാൻ പറ്റാത്തതായിട്ടുള്ള പല കാര്യങ്ങൾ ഉണ്ടെങ്കിൽ പോലും നമുക്ക് പോസിറ്റീവായിട്ട് നമ്മൾ അതിനെ കണ്ടു കഴിഞ്ഞാൽ, നിന്നെക്കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് വേണ്ടത് എന്താക്കണം, പറ്റിച്ച് കാണിച്ചു. പറ്റിച്ച് മീൻസ് ഇൻ ദ സെൻസ് നമ്മൾ അത് ചെയ്ത് കാണിച്ചു കൊടുക്കണം കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് എടുക്കാം. പ്രധാനമായിട്ട് ഇവിടെ 5 കാര്യങ്ങളായിരിക്കും ഞാൻ പറയുന്നത്. അപ്പൊ ആദ്യമായിട്ട് PSC പഠിച്ചു തുടങ്ങുന്ന ഒരു ഉദ്യോഗാർത്ഥിയാണെങ്കിൽ ആദ്യമേ നിങ്ങൾക്ക് എന്താ വേണ്ടത്, സിലബസ് അല്ലെ. ഈ സിലബസ് ഒന്ന് നോക്കിക്കേ. നമ്മളിവിടെ 1 2 3 4 5 6 7 8 9 എന്ന് പറഞ്ഞ് 9 ഭാഗങ്ങൾ എടുത്തിട്ടുണ്ട് അല്ലെ. അത് കഴിഞ്ഞിട്ട് ഇവിടെ നോക്കിക്കേ, 10 എന്നും പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, 11 എന്നും പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അല്ലെ. അതിനുശേഷം വീണ്ടും റോമൻ ലെറ്ററിൽ 2 3 4 5 എന്ന് പറഞ്ഞ് സെപ്പറേറ്റ് കൊടുത്തിട്ടുണ്ട് അല്ലെ. ഇതിൽ തന്നെ ഏറ്റവും കൂടുതൽ മാർക്ക് വരുന്ന ആനുകാലികം 20, മാത്സ് 10 30, ഇംഗ്ലീഷ് 10 അല്ലെ, പ്രാദേശിക ഭാഷ. അപ്പൊ ഇവിടെ തന്നെ നോക്കിയേ, 20 30 എത്ര മാർക്ക് വരുന്നു, 20 30 40 50 മാർക്ക് അല്ലെ. അപ്പൊ 100ല് 50 മാർക്ക്. ഒന്നാമത്തെ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, പരീക്ഷയിലും ഏറ്റവും ഹൈ വെയിറ്റേജ് ഉള്ള ടോപ്പിക്ക് മനസ്സിലാക്കുക എന്നുള്ളതാണ് സിലബസ് അടിസ്ഥാനമാക്കി ആദ്യമേ തന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യം. അപ്പം ഹൈ വെയിറ്റേജ് ഉള്ള ടോപ്പിക്ക് എന്ത് ചെയ്യുക, മനസ്സിലാക്കുക എന്നുള്ളതാണ് ഫസ്റ്റ്. 50 മാർക്കാണ് ഇവിടെ വരുന്നത് അല്ലെ. അപ്പൊ 50 മാർക്കിന്റെ കാര്യം അവിടെ നിൽക്കട്ടെ. ഇനി അത് കഴിഞ്ഞ് നമുക്ക് അടുത്ത എങ്ങോട്ടേക്കാണ് നോക്കേണ്ടത്. ഇവിടെ തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത് 6 എത്രയാണ്, 12 മാർക്കാണ് എവിടെ വരുന്നത്, സയൻസ് എന്ന് പറയുന്ന വിഷയത്തിൽ വരുന്നത് അല്ലെ. അപ്പം 50ഉം 12ഉം എത്രയാണ്, 62 മാർക്ക് ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം, ഫോക്കസ് ചെയ്ത് വെക്കണം അല്ലെ. ഇനി അതിനുശേഷം നമുക്ക് ഈ പറയുന്നതില് 5 എത്രയാണ്, 10 മാർക്ക് 72 മാർക്ക് സെക്കൻഡ് പ്രയോറിറ്റി കൊടുക്കേണ്ട വിഷയങ്ങളാണ്. ഓക്കെ, ഇനി ഇതിൽ 5 മാർക്ക് എന്ന് പറയുന്നത് എവിടെ പോണം, കറണ്ട് അഫേഴ്സിന്റെ കൂടെ 20ന്റെ കൂടെ പ്രധാനപ്പെട്ട അവാർഡുകള്, സ്പോർട്സ്, നാഷണൽ അഫയേഴ്സ്, ഇന്റർനാഷണൽ അഫയേഴ്സിനൊക്കെ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് 5 മാർക്ക് എവിടെ പോണം, കറണ്ട് അഫേഴ്സ് 20 25. അപ്പൊ 5 മാർക്ക് ഇവിടെ വരുന്നുണ്ട് അല്ലെ. അപ്പൊ എത്ര വരുന്നു, 77 മാർക്ക് നമുക്ക് അവിടെ സ്കോർ ചെയ്യാൻ പറ്റും അല്ലെ. ഇനി അതിനുശേഷം നമ്മള് കേരളം ഭരണ സംവിധാനം, അതേപോലെ തന്നെ സുപ്രധാന നിയമങ്ങൾ 10 മാർക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. അപ്പം 87 മാർക്ക് അല്ലെ. അപ്പൊ ഇവിടെ തന്നെ നമ്മൾ ആദ്യമേ പഠിച്ചു തുടങ്ങേണ്ടത് ചരിത്രവും ഭൂമിശാസ്ത്രത്തെക്കാൾ കൂടുതലായിട്ട് നമുക്ക് എപ്പോഴും നോക്കേണ്ടത് എന്താണ്, ഹൈ വെയിറ്റേജ് ഉള്ള വിഷയങ്ങൾ തിരിച്ചറിയുക എന്നുള്ളതാണ് അല്ലെ. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മൾ സയൻസിന്റെ വിഷയം നോക്കിക്കഴിഞ്ഞാല് നിങ്ങൾ ഒരു കഴിഞ്ഞ 5 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുക. അതിൽ നമ്മൾ പഠിക്കുന്ന ഏരിയയുമായിട്ട് ഏതൊക്കെ ക്വസ്റ്റ്യൻസ്, ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മൾ കെമിസ്ട്രിയിലെ ഫിസിക്സിലെ നമ്മൾ മാറ്റർ ദ്രവ്യം എന്ന് പറയുന്ന ഒരു ഏരിയ എടുക്കുമ്പോൾ ഏറ്റവും കൂടുതലായിട്ട് ചോദിച്ചു വരുന്ന പ്ലാസ്മയെ കുറിച്ചുള്ള ചോദ്യങ്ങളാണ്. എന്താണ് പദാർത്ഥത്തിന്റെ അല്ലെങ്കിൽ 4ാമത്തെ അവസ്ഥ ഏതാണ്, സൂര്യന്റെയും നക്ഷത്രങ്ങളുടെയും കേന്ദ്ര ഭാഗത്ത് കണ്ടുവരുന്നത്, അങ്ങനെ തുടങ്ങിയ ഒരുപാട് ആവർത്തന ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യങ്ങൾ അതുപോലെ ഹോട്ട് ടോപ്പിക്സ് മനസ്സിലാക്കണമെങ്കിൽ രണ്ടാമതായിട്ട് നമ്മൾ ചെയ്യേണ്ടത് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ നമ്മളുടെ കയ്യിൽ ഉണ്ടാവണം എന്നുള്ളതാണ്.
അല്ലെ? അപ്പൊ അത് നിങ്ങൾക്ക് എന്താണ് PDF കിട്ടാൻ, അത് പിന്നെ എന്തെങ്കിലും ബുദ്ധിമുട്ട് നമ്മൾ ടെലഗ്രാമിൽ ജോയിൻ ചെയ്തോളൂ, നമ്മൾ തരാം. ഓക്കെ. ഇനി അതേപോലെ തന്നെ മൂന്നാമത്തെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന 25 മാർക്കിന്റെ കറണ്ട് അഫയേഴ്സ് നമ്മൾ എങ്ങനെ പഠിക്കണം എന്നുള്ളതാണ്. യെസ്, ഡെഫിനറ്റ്ലി നമ്മുടെ പരീക്ഷ 2026 ഒരു നവംബർ മാസത്തോടോ അല്ലെങ്കിൽ ലാസ്റ്റ് ഒക്ടോബർ നവംബർ മാസത്തോടു കൂടിയിട്ടായിരിക്കും. അപ്പൊ നമ്മൾ എപ്പോ തൊട്ട് പഠിക്കണം? 2025 ജനുവരി മാസം തൊട്ടുള്ള കറണ്ട് അഫയേഴ്സ് കറക്റ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഓരോ മാസവും അരിച്ചു പറക്കി പഠിക്കണം. അതിന് എന്തിനെ ആശ്രയിക്കണം? നമ്മൾ പത്രങ്ങളെ ആശ്രയിക്കണം. പത്രവാർത്തയെ ബേസ് ചെയ്തിട്ടുള്ള ദിവസം കറണ്ട് അഫയേഴ്സ് നമ്മുടെ ടെലഗ്രാമിലും നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിലും നമ്മൾ കൊടുക്കുന്നുണ്ട്. താഴെ നിന്ന് ജോയിൻ ചെയ്താൽ മതി. അപ്പൊ അതെന്ത് ചെയ്യുക? അത് നിങ്ങൾ നോട്ട് ഡൗൺ ചെയ്ത് എഴുതി വെക്കണം. നിങ്ങൾക്ക് അതിനായിട്ട് സ്വന്തമായിട്ട് ഒരു ബുക്ക് ഉണ്ടാവണം, അല്ലെ? ഇനി അടുത്തതായിട്ട് മെറ്റീരിയൽസ് എന്ന് പറയുന്നത് എന്താണ്? മെറ്റീരിയൽസ് എന്ന് പറയുന്നത് ഡെഫിനറ്റ്ലി നിങ്ങൾ പഠിച്ചു തുടങ്ങണം. ഇപ്പൊ നിങ്ങൾ ഇതിൽ തന്നെ സയൻസിൽ തന്നെ ഏറ്റവും കൂടുതൽ മാർക്ക് വരുന്ന സയൻസിൽ ബയോളജിയിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് വിറ്റമിൻസ് എന്ന് പറയുന്ന ടോപ്പിക്ക്. ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്നതാണ്, അല്ലെ? അപ്പോൾ വിറ്റമിൻസ് പഠിക്കുമ്പം നിങ്ങൾ എവിടെ നിന്നാണ് പഠിച്ചു തുടങ്ങേണ്ടത്? SCERT ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് പഠിച്ചു തുടങ്ങണം. ആ ചാപ്റ്റർ, ആ ഒരു ടോപ്പിക്കായിട്ട് ബന്ധപ്പെട്ട SCERT എത്ര ചാപ്റ്റേഴ്സ് ഉണ്ടോ അതെന്ത് ചെയ്യുക? അത് നോക്കിയിട്ട് വേണം നിങ്ങളുടെ പഠനം സ്റ്റാർട്ട് ചെയ്യാൻ. അപ്പോൾ ബയോളജിയിലെ വിറ്റമിൻസ് ആണെങ്കിൽ SCERT പഠിച്ചു തുടങ്ങുക. ആദ്യമായിട്ട് പഠിക്കുന്നവരാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങളിപ്പോ ഒരു ടോപ്പിക്, ഇപ്പൊ നമ്മൾ ഓഫ്ലൈൻ നമ്മൾ ക്ലാസ്സിൽ തന്നെ ഫസ്റ്റ് ഞാനിപ്പോ സയൻസിന് ക്ലാസ് കൊടുക്കുമ്പോൾ കുട്ടികളുടെ അടുത്ത് നക്ഷത്രങ്ങൾ, മിന്നിത്തരം, അപവർത്തനം, അത് ഞാൻ ചോദ്യം അവർ ചോദിച്ചു കഴിഞ്ഞാൽ അവർ അതിന്റെ ആൻസർ പറയും. എന്താണ് അപവർത്തനം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരൊരു അയ്യോ മിസ് എനിക്ക് അറിയില്ല. അപ്പൊ അത് നമുക്ക് എവിടെ നിന്ന് മനസ്സിലാക്കാം? നിങ്ങൾ ഒറ്റയ്ക്ക് പഠിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് അതിന് സഹായം എന്ന് പറഞ്ഞാൽ SCERT തന്നെയാണ്. വ്യക്തമായിട്ട് എന്താണെന്ന് പറഞ്ഞു തരും. അപ്പൊ എന്താണ് എന്ന് പറഞ്ഞു വെച്ച് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആ സംഭവം ഒരിക്കലും എന്ത് ചെയ്യില്ല, മറക്കുകയില്ല, അല്ലെ? അപ്പൊ ആ ഒരു കാര്യം എന്ത് ചെയ്യുക? മസ്റ്റായിട്ട് നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവുക. തൊഴിൽ വാർത്ത, PSC ബുള്ളറ്റിൻ തുടങ്ങിയ വിശ്വസനീയമായ കാര്യങ്ങൾ നിങ്ങളുടെ റിസോഴ്സസ് ആയിട്ട് വെക്കുക. ഓക്കെ. അതേപോലെ തന്നെ പഠനം ആരംഭിച്ചു കഴിഞ്ഞാൽ കുറച്ചങ്ങോട്ട് ചെല്ലുമ്പം നിങ്ങൾക്ക് എന്താണ് ഡിഫറെന്റ് മോക്ക് ടെസ്റ്റുകളും അതുപോലെ OMR പ്രാക്ടീസും ചെയ്യണം. OMR പ്രാക്ടീസ് പ്രിന്റ് എടുക്കുക, ഓഫ്ലൈൻ ആയിട്ട് ടൈം വെച്ച് എഴുതി, അത് കുറച്ച് മുന്നോട്ട് ചെന്നിട്ട് വേണം. അത് പലരും ചെയ്യത്തില്ല. ഏറ്റവും കൂടുതൽ ആളുകൾ ചെയ്യുന്നതും ചെയ്യാത്ത കാര്യമാണ് OMR പ്രാക്ടീസ് എന്ന് പറയുന്നത്. ഈ OMR പ്രാക്ടീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത OMRനകത്ത് നിങ്ങൾ ചെയ്ത് പഠിക്കണം. ഇന്ന ടൈമിൽ പറ്റുന്നുണ്ട്, എന്താണ് നമ്മളുടെ നെഗറ്റീവ് എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ OMR ചെയ്തേ പറ്റൂ. ഓക്കെ. അപ്പൊ ഈ 5 കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇതിൽ തന്നെ ഞാൻ ആഡ് ഓൺ ചെയ്യുകയാണ്. ലാസ്റ്റ് വരുന്നതാണ് റിവിഷൻ എന്ന് പറയുന്നത്. ആ OMR ടെസ്റ്റിന്റെ കൂടെ നമ്മൾ ഓരോ ദിവസവും, അപ്പൊ ഇപ്പൊ നിങ്ങൾ നോക്കുക, ഒരു 150 ദിവസം നിങ്ങൾ സ്പ്ലിറ്റ് ചെയ്യാണ് പരീക്ഷ. അത് ഏകദേശം 5 മാസം നമുക്ക് സമയമുണ്ട്. 5 മാസം കൊണ്ട് നമുക്ക് പഠിച്ചെടുക്കാവുന്നേ ഉള്ളൂ. ഇപ്പൊ തുടങ്ങിയാൽ നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ട് പഠിച്ചെടുക്കാൻ പറ്റും. അപ്പൊ അതിൽ ഈ പറഞ്ഞിരിക്കുന്ന ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് ഡേ 1 നിങ്ങൾ എന്ത് ചെയ്യുക? കറണ്ട് അഫയേഴ്സ്, അതുപോലെ ബയോളജിയുടെ ഒരു ഭാഗം, വിറ്റമിന്, ഒരു മാത്സ്, ഒരു ഇംഗ്ലീഷ്. അപ്പൊ ഇവിടെ നോക്കി 20 മാർക്കിന്റെ ഫസ്റ്റ് പണി നമ്മൾ തുടങ്ങി, 12 മാർക്കിന്റെ അവിടെ പണി തുടങ്ങി, 10 മാർക്കിന്റെ 10 മാർക്കിന്റെ, ഇങ്ങനെ വേണം ഓരോ ദിവസവും നിങ്ങൾ ഡിഫറെന്റ് സബ്ജക്ട്. അതായത് നിങ്ങൾക്ക് ബോറടിക്കും ഒരു സബ്ജക്ട് തന്നെ പഠിച്ചു, അപ്പൊ മാറ്റി എന്താ മിക്സ് ആക്കി പഠിച്ചു പോവാം. അപ്പൊ ഇങ്ങനെ ഇത്രയും സബ്ജക്ട് കൂടി ഡേ 1, ഡേ 2, ഡേ 3, ഡേ 4, ഡേ 5 അങ്ങനെ ഓരോ ദിവസം നിങ്ങൾ പഠിച്ചു പോയി കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ജോലിയിൽ പ്രവേശിക്കാനായിട്ട് സാധിക്കുന്നതാണ്. അതേപോലെ തന്നെ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ട് 150 ദിവസം ഞാൻ ഈ പറഞ്ഞ രീതിയിൽ ഡേ 1 നിങ്ങൾക്ക് ജനുവരിയിലെ കറണ്ട് അഫയേഴ്സ് ഉണ്ടാകും. അതുപോലെ വിറ്റമിന്റെ ഒരു ക്ലാസ്, ആ ക്ലാസ്സിന്റെ കൂടെ തന്നെ നിങ്ങൾക്ക് SCERTയുടെ വീഡിയോ ക്ലാസ്സും അതിന്റെ PDF നോട്ട്സും ഉണ്ടാകും. അതുകൂടാതെ ഇംഗ്ലീഷിൽ നമ്മൾ നൗൺ ഏറ്റവും ബേസിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. മാത്സിന്റെ ഡിവിസിബിലിറ്റി നമ്മൾ കൂട്ടാനും കുറയ്ക്കാനും ഉൾപ്പെടെ ഏറ്റവും ബേസ് ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മുടെ ക്ലാസ് പോകുന്നത്. ഡേ 1 കറണ്ട് അഫയേഴ്സ് നിങ്ങൾക്ക് അന്ന് പഠിച്ച് തീർക്കാൻ പറ്റില്ല. ഇനി നമ്മൾ ചെയ്യുന്നത് എന്താ വെച്ച് കഴിഞ്ഞാല്, ഇത് കൂടാതെ ഇത്രയത്തിന്റെ മോക്ക് ടെസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. SCERTക്ക് സെപ്പറേറ്റ് ആയിട്ട് മോക്ക് ടെസ്റ്റ് കൊടുക്കും. ഓരോ ചാപ്റ്റർ, ആ ചാപ്റ്ററിന്റെ സെപ്പറേറ്റ് മോക്ക് ടെസ്റ്റ് ഉണ്ടാകും. അത് നമ്മൾ പഠിക്കുന്ന സബ്ജക്റ്റിന്റെ സെപ്പറേറ്റ് മോക്ക് ടെസ്റ്റ് ഉണ്ടാകും. കറണ്ട് അഫയേഴ്സിന്റെ ഡേ 3 സെപ്പറേറ്റ് മോക്ക് ഉണ്ടാകും. അപ്പൊ അങ്ങനെ 150 ദിവസം നിങ്ങൾ ചെയ്യുന്നത് ഒരുപാട് മോക്ക് ടെസ്റ്റുകൾ ഓരോ ദിവസവും നിങ്ങൾ കൃത്യമായി എന്ത് ചെയ്യുന്നുണ്ട്? പഠിച്ച് പോകുന്നുണ്ട്. കൂടാതെ നിങ്ങൾക്കൊരു മെന്റർ സപ്പോർട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? നിങ്ങൾക്ക് സപ്പോർട്ട് നമ്മൾ അലോഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ ഒരു കൃത്യമായ സ്റ്റഡി പ്ലാൻ പ്രകാരം നിങ്ങൾക്ക് പഠിക്കാൻ തയ്യാറാണെങ്കിൽ, സമയമുണ്ട്, പഠിക്കാൻ തയ്യാറാണുള്ളവർ മാത്രം എന്ത് ചെയ്യുക? ഈ നമ്പറിലേക്ക് വിളിച്ച് ഉടൻ തന്നെ അഡ്മിഷൻ എടുക്കുക. അല്ലാത്ത സ്വയമായിട്ട് പഠിച്ചു പോകാൻ പറ്റുന്നവരുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് അതേപോലെ തന്നെ എന്ത് ചെയ്യുക? പഠിച്ചു പോവാം. ഇനി നമ്മളുടെ സപ്പോർട്ടോട് കൂടിയിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന ജോലിയിലേക്ക് നിങ്ങൾക്ക് കയറാൻ താല്പര്യമുണ്ടെങ്കിൽ ധൈര്യമായിട്ട് നമ്മുടെ കൂടെ പോവാം. സമയമുള്ളവർ മാത്രം, നിരക്കടാനുള്ളവർ മാത്രം, പഠിക്കണം, ജോലി നേടണം എന്ന ആഗ്രഹമുള്ളവർ മാത്രം എന്ത് ചെയ്യുക?
കോഴ്സിൽ ജോയിൻ ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താഴെ കാണുന്ന കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. ഇനി ഗൂഗിൾ ഡോക്സ് ഉണ്ട്, ഗൂഗിൾ ഡോക്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്താൽ മതി, അതിലൊന്ന് കമന്റ് ചെയ്താൽ മതി കേട്ടോ. അപ്പൊ ഉടൻ തന്നെ ഈ നമ്പറിലേക്ക് വിളിച്ചോ, വൈകിക്കേണ്ട, അഡ്മിഷൻ എടുത്തോ. ഈ ഒരു മൊമെന്റ് മുതൽ എന്ത് ചെയ്യുക, നിങ്ങൾ പഠിച്ചു തുടങ്ങുക. അപ്പം എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഡോണ്ട് ഫോർഗെറ്റ് ടു കമന്റ് യുവർ വാല്യുബിൾ ഫീഡ്ബാക്ക് ആൻഡ് സജഷൻസ്. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ എന്ത് ചെയ്യാം, വീണ്ടും കാണാം. Till then, bye bye and thank you.